അത്യാവശ്യം നന്നായിട്ട് തന്നെ ഉണ്ടായിരുന്നു ബ്രോ. കാരണം ഒരുപാട് ലെജൻഡറി ആയിട്ടുള്ള ആക്ടേഴ്സ് നമ്മൾ വിട്ടുപിരിഞ്ഞ കുറെ ആക്ടേഴ്സ് ഒക്കെ ഉള്ള സിനിമയാണ്. നമുക്ക് കാണാൻ സാധിച്ചതിൽ തന്നെ ഭയങ്കര സന്തോഷം. പിന്നെ അവർ സൗണ്ട് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ അവർ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. കാരണം ഇത്രയും വർഷം 37 വർഷം ശേഷം വരുന്ന പടമാണ്. അപ്പൊ ആ ക്വാളിറ്റി കോംപ്രമൈസ് അവർ മാക്സിമം ഇല്ല. അത്യാവശ്യം നന്നായിട്ടുണ്ടായിരുന്നു. ലെജൻഡറി ആക്ടേഴ്സിനെയൊക്കെ വീണ്ടും സ്ക്രീനിൽ കണ്ടപ്പോൾ സ്ക്രീനിൽ കാണാൻ ഭയങ്കര സന്തോഷമാണ്. നമ്മൾ ഇതുവരെ കാണാത്ത സ്ക്രീനിൽ കാണാത്ത ഒരുപാട് ആക്ടേഴ്സ് ഒക്കെ ഉണ്ട്. അവരെ കാണാൻ സാധിച്ചതിൽ ഭയങ്കര സന്തോഷം. പിന്നെ ഇത് ഒരു ആക്ഷനും ഇമോഷണൽ പടമാണ്. അതായത് നമുക്ക് എൻജോയ് ചെയ്യാൻ മറ്റേ തുള്ളിച്ചാടാനുള്ള ടൈപ്പ് ഒന്നും അല്ലല്ലോ. അതുകൊണ്ട് പക്ഷെ എന്നിരുന്നാലും ആ ക്വാളിറ്റിയും കാര്യങ്ങളും എക്സ്പീരിയൻസ് ആണ്. ഇത്രയും വലിയ ലെജൻഡറി പടമല്ലേ, അത് നന്നായിട്ടുണ്ടായിരുന്നു. ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നത്. പലരും വിശ്വസിക്കൂല ഇത് സിനിഫയിൽ എന്ന് പറയുന്നത്. പക്ഷേ സീരിയസിൽ നിന്ന് കഴിഞ്ഞു പോയി. കാരണം ഇത്ര 4 പേര് പടത്തില്, 5 പേര് ഫ്രെയിം ഉണ്ടായിരുന്നു. ഞാൻ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. മോഹൻലാൽ മാത്രമേ ഉള്ളൂ, ബാക്കി എല്ലാവരും ഇങ്ങനെ ഇന്ന് ഫ്ലിപ്പായി പോയി, ഇരുന്ന് കരഞ്ഞു പോയി. കാരണം ആദ്യമായിട്ടാണ് ഒരു പഴയ പടം ഇരുന്ന് കാരണം ലൈഫിൽ ഫസ്റ്റ് ടൈം കാണുന്നോണ്ടല്ല, ക്ലൈമാക്സ് വന്നിട്ടുള്ളൂ. എന്ത് പറയാം ബ്രോ, സ്ഥിരം പറയണ പാറ്റേണായ കൊള്ളാന്നൊക്കെ പറയണം. പക്ഷെ ഇത് പഴയ പടമാണ്. എന്നാലും അത് തന്നെ 2 വയസ്സുള്ളപ്പോൾ ഇറങ്ങിയ പടമാണ്. ഭയങ്കരമായിട്ടും ഇപ്പോഴും കണ്ടു കഴിഞ്ഞാലും എന്ത് പറയാനിട, സ്വന്തം മോന്റെ സ്വപ്നങ്ങൾ ഇല്ലാതാക്കുന്ന സ്വന്തം അച്ഛനെന്ന് പറയുമ്പോൾ തന്നെ ഭയങ്കര വിഷമമാണ്. അതുപോലെ തന്നെ ഈ കിരീടം സിനിമയിൽ തിലകൻ സാർ, അതായത് മലയാള സിനിമയുടെ ഗോഡ് ഫാദർ എന്ന് പറയും, ഗോഡ് ഫാദർ ചെയ്ത ആ ഒരു പോസിറ്റീവ് റോള്, അതുപോലെ തന്നെ ചെങ്കോലിൽ നെഗറ്റീവ് റോളും ചെയ്തിരിക്കുകയാണ്. അത് തിലകൻ സാറിനെ കൊണ്ട് പറ്റുള്ളൂ. പിന്നെ പഴയ ലാലേട്ടനെ കാണാൻ പറ്റിയത് തന്നെ ഒരു വലിയൊരു ഭാഗ്യമാണ്. അതുപോലെ തന്നെ ഒരുപാട് മരണപ്പെട്ടു പോയ നടന്മാർ, ശങ്കരാടിയായിരുന്നാലും ശരി തന്നെയാണ്, നമ്മുടെ വയ്യാറങ്ങുന്ന ജഗതി ചേട്ടനായിരുന്നാലും ശരി, എല്ലാവരും ഒന്നിനൊന്നിനും മികവായിരുന്നു. കബീർ പൊന്നമ്മ എല്ലാവരും അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് 4K വിഷ്വൽ ക്വാളിറ്റി എങ്ങനെയുണ്ട്? സൗണ്ട് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാം ഭയങ്കര നല്ലായിരുന്നു. ലെജൻഡറി ആക്ടേഴ്സിനൊക്കെ വീണ്ടും കണ്ടപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു, ഡിഫറെന്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. എന്തിനാണ് ആ മനുഷ്യനെ എല്ലാരും ഇത്ര കണ്ട് ആരാധിക്കുന്നതെന്നും അതിന്റെ എന്താണ് മോഹൻലാൽ എന്ന് ഇപ്പോൾ ഉള്ള പിള്ളേർക്ക് ഇപ്പോൾ ഉള്ള പടങ്ങൾ മാത്രമല്ലേ കണ്ടിട്ടുള്ളൂ. എക്സാക്ട് ആ മനുഷ്യന്റെ ലെഗസി എന്താണെന്ന് അറിയണമെങ്കിൽ ഇങ്ങനെയുള്ള പടങ്ങളൊക്കെ തിരിച്ചു വരണം. ഏറ്റവും നന്നായിട്ട് ക്വാളിറ്റി, ചെറിയ കുറച്ച് സീൻസ് ഒക്കെ കട്ടുണ്ടെന്നേ ഉള്ളൂ, കുറച്ച് കോമഡി സീൻസ് അല്ലാതെ കുറച്ച് മെയിൻ കോർ സീൻസ് ആയിട്ടുള്ളതൊക്കെ ഉണ്ട്. നന്നായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിലുള്ള റീഫോർമാറ്റിംഗ് ആണ്. നല്ല രീതിയിൽ സൗണ്ട് ക്വാളിറ്റി ഒക്കെ എങ്ങനെയുണ്ട്? പക്ക ഇതെല്ലാം ബെസ്റ്റ് ആയിട്ട്. അതായത് ദേവദൂതൻ, രാവണപ്രഭു, ഇപ്പൊ കിരീടം, ഈ പഴയ ലാലേട്ടന്റെ പടങ്ങൾ, പ്രത്യേകിച്ച് ഇതൊക്കെ കൾട്ട് ക്ലാസിക് പടങ്ങളാണ്. ഇതൊക്കെ തിരിച്ചു വന്ന് ഇതിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു എന്താ പറയാ, അതിന്റെ ആ ഒരു ഗുമ്മ്, ക്ലൈമാക്സ്